എൻ്റെ പേര് സന്തോഷ്. ഞാൻ വിളയോടി സ്വദേശി, എഴുത്താണി, ചിറ്റൂര്, പാലക്കാട്. ഇതാണ് നമ്മുടെ കമ്പനിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദേഴ്സ് ഇൻഡസ്ട്രീസ്. സ്റ്റീൽ അലമാരകൾ, ടേബിള്, കട്ടില്, അതേമാതിരി ഇങ്ങനെ എന്ത് സാധനമാണെങ്കിലും ഇരുമ്പുകളിലോ കൊണ്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ റൂഫ് വർക്കുകൾ, പിന്നെ ഗേറ്റുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ തന്നെയാണ് നമ്മുടെ കമ്പനി ബ്രദേഴ്സ് ഇൻഡസ്ട്രീസ് എന്നാണ് കമ്പനിൻ്റെ പേര്. ഇത് ഞാൻ ഇവിടെ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഒരു 16 വർഷമായി. പിന്നെ ഞാൻ ഈ പണിയിൽ പഠിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 30 വർഷം മേലായി. അത് നമ്മളിവിടെ പാലക്കാട് അധികം ഈ 30 വർഷം മുന്നേ ഉണ്ട്, ഇല്ല എന്നല്ല. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, പ്രതീക്ഷ പറഞ്ഞ ഒരു പാർത്ഥൻ പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പിന്നെ ആൾ മുഖാന്തരം ഞങ്ങൾ മലപ്പുറത്തായിരുന്നു അതിൻ്റെ വർക്കുകൾ. ആദ്യം പോയി പണി സ്റ്റാർട്ട് ചെയ്ത് മലപ്പുറം കോട്ടക്കൽ പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ നിന്നാണ് പണി പഠിച്ചത്. പിന്നെ അങ്ങനെ ഓരോ ജില്ലകളിലും നമ്മൾ ഒരുപാട് ഭാഗത്ത് പണിയെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഈ തിരുവനന്തപുരം പറഞ്ഞ ചക്ര പറഞ്ഞ ഒരു വലിയൊരു കമ്പനിയാണ്. ഒരു ദിവസം തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഇറങ്ങുന്ന കമ്പനിയാണ്. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് പണിയെടുത്തത്. അവിടെ നിന്നാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എന്തായാലും ഒരു സ്വന്തമായിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ട് ഒരു 16 വർഷമായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് കുഴപ്പമില്ല. അങ്ങനെ അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അല്ലാണ്ട് മറ്റേ ഒരുപാട് ഇതല്ല പറയുന്നത്, ഒരു മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അതേ നമ്മൾ ഈ ടാറ്റ സ്റ്റീലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ജനല് കട്ട്ലയോ അങ്ങനെ അതും ഉണ്ടാക്കുന്നത്, അത് ടാറ്റ സ്റ്റീലാണ്. പിന്നെ അതേമാതിരി ഇപ്പൊ നമ്മൾ അലിമാറ്റിന്റെ ചെയ്യുകയാണെങ്കിലും അത് ടാറ്റ സ്റ്റീൽ തന്നെയാണ് അധികം ചെയ്യുക. പിന്നെ വേറെയും ഇതുണ്ട്, ചെയ്യുന്നുണ്ട്, സ്റ്റീലുകളിൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. ടാറ്റ സ്റ്റീലിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. പിന്നെ നമ്മളിപ്പോ ജനലും കട്ട്ലയും എല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ 16 ഗേജിന്റെ ടാറ്റ സ്റ്റീൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, 18 ഗേജിന്റെ ചെയ്യുന്നില്ല. നല്ല ക്വാളിറ്റി തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് അലുവര പറയുമ്പോൾ നമ്മൾ 4.5 അടി മുതൽ 4.5 അടി ഹൈറ്റ്, അതുമാതിരി 6.5 വരെ ഹൈറ്റ് ഉള്ളതാണ് ചെയ്യുന്നത്. പിന്നെ വീതി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 അടി മുതൽ 6 അടി വരെ നമ്മൾ ഫ്രണ്ട് വീതി ഉള്ളത് ചെയ്യുന്നുണ്ട്. അലുമരകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അതായത് പാലക്കാടില്ല, മറ്റുള്ള മലപ്പുറത്ത് ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പണി പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഇവിടെ വന്നത്. ഈ മോഡലെല്ലാം നമ്മളൊരു മരത്തിന്റെ നമ്മളിപ്പോ ഒരു മരം ഈ ഒരു 5 അടി അലുമരയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 60,000 രൂപ വരും. ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നു കഴിഞ്ഞാൽ 20-21 രൂപന്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും. അതാണ് ഇപ്പൊ നമ്മുടെ ഇതേമാതിരി ഉള്ള ഇതിന്റെ ഒരു വേറെ മോഡലും ഉണ്ട്. അതിന് ചെറുതുണ്ട്. ഇതിന്റെ ഒരു സിംഗിൾ മോഡലുണ്ട്. അതിലിപ്പോ ലൈറ്റ്, ഡ്രാവ് പറഞ്ഞ മാതിരി എല്ലാം മരത്തിന്റെ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ അതിന്റെ ഒരു 2 പില്ലർ ഉള്ളതുണ്ട്, അങ്ങനെ ആ മോഡലും ഉണ്ട്. പിന്നെ നമ്മളെല്ലാം മരത്തിന്റെ അതേ മോഡലും ചെയ്യുന്നുണ്ട്, സാധാ അൽമരകളും ചെയ്യുന്നുണ്ട്. അതുപോലെ ടേബിളുകള്, പിന്നെ കട്ടില് വേണം പറഞ്ഞു കഴിഞ്ഞാൽ കട്ടില്, പിന്നെ ഫ്ലൈവുഡിന്റെ കട്ടില് വേണമെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മള് എങ്ങനെ ഇരുമ്പിന്റെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ഏത് സാധനം വേണം പറഞ്ഞാലും ഇപ്പൊ നമ്മളത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരാഴ്ചന്റെ മുന്നാണ് നമ്മളത് അവിടെ ഒരു കന്നിമാരി അവിടെ ഒരാൾക്ക് തോക്കിന്റെ അവർക്ക് 8-10 തോക്കുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് വെക്കണം പറഞ്ഞ ഒരു അലിമര വേണം പറഞ്ഞു, ഒരു കറങ്ങണ ഒരു സാധനം വേണം പറഞ്ഞു, അതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പുതിയ മോഡല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതായത് ഇപ്പൊ നമ്മളുടെ ഭാഗം കഴിവല്ല, നമ്മുടെ പണിക്കാരിന്റെയും കഴിവുണ്ട്. പിന്നെ അതേമാതിരി അവർ ഈ പാർട്ടിക്കാർ വന്നിട്ട് ഓരോ ഇത് പറയും, അവർക്ക് ഇങ്ങനെ വേണം. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾക്ക് എങ്ങനെ മോഡൽ വേണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പൊ അവര് ആ മോഡൽ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് വരച്ചു തരും, അല്ലാന്നുണ്ടെങ്കിൽ അവര് മോഡൽ പറയുമ്പോൾ നമ്മൾ വരയ്ക്കും. വരച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് അത് ചെയ്തു കൊടുക്കുക തന്നെയാണ്. ഇതിപ്പോ ആളിപ്പോ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു തോക്കിന്റെ ഒരു ഇത് പറഞ്ഞ പുള്ളിക്ക് ആൾക്കൊരു 8-10 തോക്കുണ്ട്, അവർക്ക് അത് വെക്കണം പറഞ്ഞു. അപ്പൊ നമ്മളത് ഞങ്ങൾ തന്നെ അത് ചെയ്തു അതിന്റെ ഒരു മോഡൽ ഒന്ന് റെഡിയാക്കി
റെഡിയാക്കി അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അയാൾക്ക് ഓക്കെ പറഞ്ഞു. അത് നമ്മളത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. കോമ്പറ്റീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എല്ലാം ഉണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ഒക്കെ നേരത്തെ എല്ലാം കൂടി ഇപ്പൊ പാലക്കാട് നമ്മൾ പാലക്കാട് ടൗണിലാണെങ്കിലും ഇപ്പൊ ഒരു എന്റെ ഒരു അറിവില് 5-8 എണ്ണം ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും നിർത്തിപ്പോയി. എന്താ പറയാ, ഇപ്പോഴത്തെ മേഖല അറിയാലോ, എന്താ പറയാ, ഇതിന്റെ വർക്കുകളുടെ ഒക്കെ കുറവ്. പിന്നെ നമ്മള് ഇപ്പൊ ഓരോ വീടുകൾ വെക്കുമ്പോഴും ഓരോരുത്തരും ഈ ചുമരി തന്നെ ഓരോ ഇതിന്റെ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സ്റ്റീൽ അലുമിനിയത്തിന്റെ ഒരു കുറവ് വന്നപ്പോഴാണ് നമ്മള് പിന്നെ അതിപ്പോ കുറവ് ആൾക്കാരെ ഉള്ളൂ, പുതിയ ആൾക്കാർ വരുന്നില്ല. ഇതില് പുതിയ ഒരു ടീമുകൾ വരുന്ന ആൾക്കാർ വരുന്നില്ല, ഇത് പണി പഠിക്കാനൊന്നും വരുന്നില്ല. ഇത് പഴയ ആൾക്കാർ വെച്ചിട്ടാണ് ഇപ്പൊ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പണി പഠിക്കണം പറഞ്ഞിട്ട് ആരും ഇപ്പോ ഇതിൽ ഇറങ്ങി വരുന്നില്ല. പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പിന്നെ വേറെ ജെല്ല് കട്ട്ലയും പിന്നെ അങ്ങനെയുള്ളതിലേക്കൊക്കെ മാറാനുള്ള കാരണം ഇതന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമുക്കൊരു 9 പേരാണ് ഇപ്പൊ ഉള്ളത്. നിലവിലിപ്പോ 9 പേരുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് പേരുണ്ടായിരുന്നു, 24 പേര് പണിക്കാരുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മളതിങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് കുറവായിട്ട് ഇപ്പൊ ഒരു 9 പേരാണ്. സ്ഥിരം പണിക്കാർ 9 പേരുണ്ട്. അതിൽ ലേഡീസിന്റെ 2-3 ലേഡീസുകളും ഉണ്ട്. പിന്നെ അങ്ങനെ എല്ലാവർക്കും നമുക്ക് പണി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. അല്ല, ഞങ്ങൾ തിരുവനന്തപുരം വരെ സപ്ലൈ ഉണ്ടായിരുന്നതാണ് കുറച്ചു കാലം വരെ. ഇപ്പൊ നമ്മളത് എല്ലാം കുറച്ച് എന്താ പറയുക, ഇപ്പൊ ഒത്തിരിയൊക്കെ എല്ലാവരുടെയും ഈ അലുമിനിയത്തിന്റെ ഒക്കെ ഒത്തിരി കുറവായതുകൊണ്ട് ഇപ്പൊ നമ്മള് പാലക്കാട്, ചിറ്റൂര്, പിന്നെ ഈ ലോക്കൽ സെയിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ തിരുവനന്തപുരം വരെ നമ്മളെ കൊണ്ട് സപ്ലൈ ചെയ്തതാണ്. സ്കൂളിൽ നമ്മള് ഒരു ബെഞ്ച്, ഡെസ്ക് അറ്റാച്ച്ഡ് ഉള്ളതെല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. കോളേജുകളിൽ കൊടുക്കുന്നുണ്ട്. നമ്മള് ചിറ്റൂര് കോളേജിൽ കൊടുത്തിട്ടുണ്ട്. ചിറ്റൂർ കോളേജിൽ ഒരുപാട് അലുമാരിയും പിന്നെ അതേമാതിരി അവരുടെ ലൈബ്രറിന്റെ എല്ലാ സാധനങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതേമാതിരി നമ്മുടെ ഈ KCB ഇപ്പോഴല്ല, ഒരു നമ്മുടെ കുറെ വർഷങ്ങൾക്ക് മുന്നേ 10 വർഷം മുന്നേ നമ്മൾ ഇവിടുന്ന് മുതൽ ഞങ്ങളുടെ ഈ ചിറ്റൂര് താലൂക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി മുതൽ തമിഴ്നാട് ബോർഡർ വേലാണ്ടാവളം വരെ വരും. ഞങ്ങളുടെ ഈ ചിറ്റൂര് ഈ മേഖല പറഞ്ഞത് ആ KCB എല്ലാ ഓഫീസിലും കൊണ്ട് ഞങ്ങള് മറ്റേ അവരുടെ ഈ ഒരു ഇപ്പൊ ഈ സ്റ്റാഫുകളുടെ ഒരു കിറ്റ് ഉണ്ട്, ഒരു 60 കിലോ വരും. അതിനെ കിറ്റുള്ള ഒരു അലുമാരകൾ കൊണ്ട് എല്ലാം അവിടെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങള്. പിന്നെ അത് അല്ലാണ്ട് നമ്മളിപ്പോ ഈ റൂഫ് വർക്കിനൊക്കെ പോകുമ്പോ നമ്മൾ ചിലപ്പോ എന്താ പറയുക, ചിലപ്പോ ഇത്തിരി പണി വേറെ വലിയ പണിയൊക്കെ വരുമ്പോ നമ്മള് വെളിയിൽ നിന്ന് ആളിനെ ഒരു എക്സ്ട്രാ ആൾക്കാരെ വിളിക്കും. അപ്പൊ നമ്മള് നിലവിലിപ്പോ ഒരു 9 പേരുണ്ട്. രണ്ടും ചെയ്യുന്നുണ്ട്. 2 പോളികാർബൺ ചെയ്യുന്നുണ്ട്, അതൊരു ഹോഡ് ചെയ്യുന്നുണ്ട്, ഷീറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ഇതിന്റെ കറക്റ്റായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 വർഷം വരെ, 10 വർഷം വരെ നമുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. 10 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പെയിന്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ ഈ വാങ്ങുന്നവരുടെ അടുത്ത് പറയാൻ എന്താ പറയുക, അവര് ഈ പറഞ്ഞ മാതിരി ചിലവര് ഒന്നും നോക്കാണ്ട് വാങ്ങുന്നതാണ്. അതിനാണ് ഒരുപാട് കംപ്ലൈന്റ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അലുമാര ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് പോയിട്ടുള്ള ഒരുപാട്, അതാണ് മെയിൻ ആയിട്ട് കംപ്ലൈന്റ് വരുന്നത്. അതിന് ബോഡി വെയിറ്റ് ഉണ്ടാവും, സ്റ്റാൻഡ് വെയിറ്റ് ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ സ്റ്റാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് തുരുമ്പൊന്നും ഇതേമാതിരി ഈ ബോഡി വെയിറ്റ് സ്റ്റാൻഡ് ഇതാകില്ല. അപ്പൊ അത് വളഞ്ഞും പോകും. അങ്ങനെ പോയിട്ടുള്ള കംപ്ലൈന്റ്. ഗവൺമെന്റ് സപ്പോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ആദ്യമൊന്നും അധികമൊന്നും അതൊന്നും ഇല്ലാണ്ടാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ വ്യവസായ വകുപ്പിന്റെ കീഴിൽ പോയി അതിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വ്യവസായ വകുപ്പിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ചിറ്റൂര് നമ്മുടെ ഇപ്പൊ ഇല്ല ആള് ഇപ്പോ പൊന്നാനിയില് ഇവിടെ ഒരു റഷീദ് സാറ് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറ് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഒരു നമ്മുടെ ദിലീപ് സാറ് പറഞ്ഞിട്ടാണ് ഇപ്പൊ വ്യവസായ ഓഫീസർ. ഒരു ആളും അവര് ഗവൺമെന്റിന്റെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് നല്ല വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സപ്പോർട്ടാണ്. ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികൾ. പ്രദേശ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരാളുണ്ടായിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ തന്നെ ഒരു സ്റ്റാഫുകളാണെങ്കിലും നമ്മള് അതിന് കാണുന്നത് അതിനെയും നമ്മളെ ഒരു പ്രദേശമായിട്ട് തന്നെ കാണുന്നത്.
അതുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്യാനുള്ള ഒരു തീരുമാനിച്ചത്. അല്ല, ഇപ്പൊ ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ, ഇപ്പൊ ചെയ്യുന്നില്ല. അപ്പൊ നേരത്തെ തിരുവനന്തപുരം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിവിടെ തൃശ്ശൂർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഫോർട്ട് കൊച്ചിയിലടക്കം ഇറക്കിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഞാനൊക്കെ നേരത്തെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടുത്തെ ഉള്ള ഷോറൂമുകളിലൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നു. അതേപോലെ തിരുവനന്തപുരം വരെ സപ്ലൈ ഉണ്ടായിരുന്നു. ആഴ്ചക്ക് ഒരു ലോഡ് തിരുവനന്തപുരം ഉണ്ടായിരുന്നതാണ്. വലിയ വണ്ടിയിൽ തന്നെ ആഴ്ചക്ക് ഒരു ലോഡ് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അത് കുറഞ്ഞുപോയി. കൊറോണയ്ക്ക് ശേഷം കുറഞ്ഞുപോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതായത് ഇതിന്റെ ഇപ്പൊ നമ്മളിപ്പോ അലുമാര, ടേബിള്, കട്ടില്, അതേമാതിരി റൂഫ് വർക്കുകള്, പിന്നെ അതേമാതിരി ഗേറ്റുകൾ ചെയ്യുന്നുണ്ട്, ഗ്രില്ലുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേമാതിരി നമ്മള് ജെല്ലും കട്ടിലയും അതിന്റെ ടാറ്റ സ്റ്റീലിന്റെ തന്നെയാണത്. സോഷ്യൽ രംഗത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു ഇതിലുള്ളതുണ്ട്. അതിന് നമ്മുടെ അവിടെ കൃഷ്ണൻകുട്ടി ഏട്ടന്റെ ഒരു ഇതുണ്ട്, പാർട്ടിയുണ്ട്, ജനതകളില് വൈദ്യുതി മന്ത്രി. അപ്പൊ അതിലൊക്കെ നമ്മള് പ്രവർത്തനം തന്നെയാണ്. ഫ്യൂച്ചർ പ്ലാൻ പറഞ്ഞാൽ നമ്മൾക്ക് കുറച്ചു പേർക്ക് എന്നാൽ കഴിയണ കുറെ ആൾക്കാർക്ക്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 24 പേര് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പൊ അത് 9 പേരായി. ഇനിയിപ്പോ ഇങ്ങനെയല്ല, ഇതിനും കൂടി കുറച്ച്, പിന്നെ അതേമാതിരി പഴയമാതിരി ഒരു 10 കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുക. അതേമാതിരി നമ്മൾക്കും എന്താ പറയാ, അതിൽ കൂടെ ഞാനും അതിന് മുന്നേറുക എന്നുള്ള ഒരു തന്നെയാണ്. മറ്റുള്ളവരിൽ കൂടെയുള്ളവരും എല്ലാവരും അതിന്റെ ഒപ്പം ഞാനും നന്നാകണം എന്നുള്ള ഒരു തന്നെയാണ്. ഇത് നമ്മുടെ 6 അടി അലുമാരിയാണ്. ഇത് ഒരു മരത്തിന്റെ ഒരു മോഡലാണ് നമ്മളിതിന്റെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ മരത്തിൽ ചെയ്യുന്ന മാതിരി ചട്ടം കൂട്ടി ചെയ്യുന്നത്. പിന്നെ അതേമാതിരി കണ്ടില്ലേ, അതിന്റെ ഒരു ഇതാണ്. ഇപ്പൊ ഇതിന്റെ ഇത് കാണിച്ചു തരാം. ഇതിൽ ഒരു അറയുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ലൈറ്റും കൂടി ഇതിന്റെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഒരു ഡ്രാവ് ഉണ്ട് ഇതില്. അതേമാതിരി ഒരു അറ. അതേമാതിരി ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ ഫ്രണ്ടിലെ ടോട്ടൽ പറഞ്ഞാൽ 5 അടിയുള്ള ഇതാണ്. നമുക്ക് മരത്തിന്റെ അതേ മോഡലാണ്. അത് നേരത്തെ പറഞ്ഞ മാതിരി മരത്തിന്റെ മോഡലാണ്. അതേമാതിരി ഇത് നമുക്ക് ഒരു ഹാങ്കർ ഉണ്ട്. അതേമാതിരി ഇവിടെ ഒരു 2 തട്ട്, ഇതേമാതിരി ഇവിടെ ഒരു ലോക്കർ, ഒരു അറ, പിന്നെ ഇവിടെ ഒരു സീക്രട്ട് ഒരു ഡ്യുവൽ ബോക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിന്റെ ഉള്ളില്. പിന്നെ നമുക്ക് സാധാ അലുമാര നമുക്ക് ഇതേമാതിരി ഇതിന്റെ ചെറുതുകളുണ്ട്. നമ്മൾക്ക് ഇതിപ്പോ 5 അടിയാണെങ്കിൽ മറ്റേ 3 അടിയുള്ളതുണ്ട്. ഇതാണ് ഇവിടെ നമ്മുടെ കമ്പനിന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡലാണ്. ഇതാണ് നമ്മൾ എല്ലാവരുടെയും തിരുവനന്തപുരം വരെ എല്ലാ ഷോപ്പുകളിലും നമ്മൾ ഈ സാധനമാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ മരത്തിന്റെ മോഡൽ അതേപോലെ അലുമാര സാധാരണപ്പെട്ടവർക്കാണെങ്കിലും ഒരു സാധാ അലുമാരകളും നമ്മുടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് 6 അടി ഹൈറ്റ്, 6 അടി വീതി പറഞ്ഞു കഴിഞ്ഞാൽ 3 അടി. അത് ഇതേമാതിരി തന്നെ ഹാങ്കർ, ഒരു ലോക്കർ, ഇതേമാതിരി ജോലി ബോക്സും ഉണ്ട് ഇതില്. അത് നമ്മൾ വിളയോടി, ഈ സ്ഥാപനം നിൽക്കുന്നത് വിളയോടി പറഞ്ഞ അതാണ്. വിളയോടി, ചിറ്റൂര്, പാലക്കാട് ബ്രദേഴ്സ് ഇൻഡസ്ട്രീസ്.